ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 22. നമ്മളിന്ന് 4-ാമത്തെ അധ്യായത്തിലെ 31 മുതൽ 37 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ 31-ല് ദേവത വരുണനാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് എന്നാണ് അർത്ഥം. ആറ്റത്തിലെ ഓർബിറ്റ്, ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റാണ് പ്രാധാന്യം. ആറ്റങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനം, ഈ പ്രപഞ്ചം ഉണ്ടായതെല്ലാം ആറ്റങ്ങളെ കൂടി ചേർന്നിട്ടാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലെല്ലാം പങ്കെടുത്തത് ആറ്റങ്ങളാണ്. ആറ്റങ്ങളിൽ തന്നെ ഓർബിറ്റുകൾക്കാണ് പ്രാധാന്യം. അവസാനത്തെ ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. ഈ ഓർബിറ്റിനാണ് വരുണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവത വരുണൻ ഓർബിറ്റാണ്. അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് ചുറ്റുമുള്ള, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെയാണ് കറങ്ങുന്നത്. അപ്പോൾ ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് തന്നെയാണ് ആ ഗ്രഹങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടായിരിക്കുന്നത്. സൂര്യന്, ചന്ദ്രന് ഒരു സ്വഭാവം, ഭൂമിക്കൊരു സ്വഭാവം, അതെല്ലാം ഉണ്ടായിരിക്കുന്ന ആ ഓർബിറ്റുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളും ഗ്രഹങ്ങളും എല്ലാം ചുറ്റുന്ന ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വരുണനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 31-ൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വരുണൻ വനസ്ഥലങ്ങൾക്ക് മുകളിൽ കൂടി, അതായത് ആകാശത്തുകൂടി മധ്യാകാശ വിധാനത്തെ വ്യാപിപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ ആകാശം ഇങ്ങനെ, ആകാശം യഥാർത്ഥത്തിൽ ശൂന്യമായ കുറേ സ്ഥലമാണ്. പക്ഷെ അതിന് ആകാശം എന്ന് പറയാൻ കാരണം അതിൽ ഈ ശൂന്യമായ സ്ഥലത്ത് കുറേ ഗോളങ്ങളിങ്ങ് പ്രത്യേക വരികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മധ്യാകാശത്തെ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ റോഡുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അതെന്തുള്ളത് കൊണ്ടാണ്? ആ പോണ്ട വഴിയുള്ളത് കൊണ്ടാണ്. അല്ലാതെ ആരുടെ റോഡില്ലെങ്കിൽ ഈ വാഹനങ്ങളൊന്നും ഇങ്ങനെ സഞ്ചരിക്കില്ല. അപ്പോൾ ഒരു വ്യാപിപ്പിച്ചിരിക്കുക. അതേപോലെ ആകാശത്തെ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകാശമാകുന്ന എപ്പോഴാണ്? അതിനുള്ള ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ്. അതിനുള്ള വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പല വഴികൾ. അപ്പം ഭൂമിൻ്റെ വഴിയിലൂടെ ഭൂമി പോകുന്നു, ചന്ദ്രൻ്റെ വഴിയിലൂടെ ചന്ദ്രൻ പോകുന്നു. മാനുകളിൽ വേഗവും ഗോക്കളിൽ ക്ഷീരവും നിറക്കുന്നു ഈ വരുണൻ. ഈ ഗ്രഹങ്ങളുടെ പ്രത്യേകത അനുസരിച്ചാണ് ജീവജാലങ്ങൾ, ഇവിടെ പലതരം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും അവയുടെ സ്വഭാവ വിശേഷങ്ങളെല്ലാം ഈ ഗ്രഹങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. സൂര്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ ഭൂമി തന്നെ ഉണ്ടാവില്ല, പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാവും. അപ്പം ജീവജാലം ഉണ്ടാകേണ്ടത് ഭൂമി ഉണ്ടാവണം. ഭൂമി തന്നെ സൂര്യനിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിലുള്ള ഭ്രമണപഥമായതുകൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഇല്ലേ, സൂര്യൻ്റെ അടുത്തുള്ള ഗ്രഹത്തിൽ നമുക്ക് പോയി അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഓർബിറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, എത്ര അകലത്തിലാണ് സൂര്യനിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ഓർബിറ്റിന് അടുത്തുള്ള ഗ്രഹങ്ങളിൽ താമസിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. ചന്ദ്രനിൽ നോക്കുന്നു, ചൊവ്വയിൽ നോക്കുന്നു. ശുക്രനിലും അത്ര പറ്റില്ല, കുറേ സൂര്യനോട് അടുത്ത് പോയി. അപ്പം അടുത്തുള്ള ചൊവ്വയാണ് കുറച്ചും കൂടി. അങ്ങനെ നമ്മൾ ഈ ഓർബിറ്റുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. അപ്പം ആ ഗ്രഹങ്ങളിലെ പ്രത്യേകത, ഓർബിറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് മാനുകൾക്ക് വേഗത കിട്ടിയതും പശുക്കളിൽ പാല് നിറയുന്നത്. അതെല്ലാം മനുഷ്യൻ്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം ഈ ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹൃദയങ്ങളിലാകട്ടെ ഉറച്ച തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ ഹൃദയങ്ങളിലാണ് ജീവാത്മാവും പരമാത്മാവും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ട പ്ലാന് നമ്മളെ ഹൃദയത്തിലാണുള്ളത്. ഹൃദയത്തിലുള്ള നാഡികൾ പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് നമ്മളെ ശരീരം ആക്ടിവേറ്റ് ആവുന്നതും പല കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതും മനസ്സിനെ പ്രേരിപ്പിക്കുന്നതും എല്ലാം. ഇതെല്ലാം തന്നെ
ഗ്രഹങ്ങളുടെ ചലനം ഹൃദയത്തിലുള്ള നാഡികളിലാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രഹങ്ങൾ ഓരോ ഓർബിറ്റിലെയും പല ഓർബിറ്റിലും ബുധൻ, ശുക്രൻ ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ഉണ്ട്. അവയുടെ സ്വാധീനം നമ്മളെ ഹൃദയത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നാഡികളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പല കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത്. ഗൃഹങ്ങളിൽ വീട്ടിൽ അഗ്നി ഉണ്ടാകുന്നതും ആകാശത്ത് സൂര്യനെയും പർവ്വതങ്ങളിലും ഔഷധത്തെയെല്ലാം നിർച്ചരിക്കുന്നു. ഇതെല്ലാം സൂര്യനിൽ നിന്നുള്ള ആ അകലമനുസരിച്ചാണ്. സൂര്യനിൽ നിന്നുള്ള അഗ്നി തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള അഗ്നിയായിട്ട് ആക്ട് ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമിയിലെ ചെടികൾ വലിച്ചെടുത്തിട്ട് വളരുന്നു. എന്നിട്ട് അത് ഉണങ്ങുമ്പോൾ അതിലുള്ള ഊർജം നമ്മൾ അടുക്കളയിൽ കത്തിക്കുന്നു വിറകായിട്ട്. തടിക്ക് എവിടെ നിന്നാണ്, ചെടിക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടിയത്? അതിൻ്റെ ഭക്ഷണത്തിൽ നിന്ന്. ഭക്ഷണം എവിടെ നിന്നാണ് ഉണ്ടായത്? സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് കത്തുന്നതും അടുക്കളയിൽ കത്തുന്നതെല്ലാം സൂര്യനിൽ നിന്ന് വന്നതായിട്ട് കാണും. അപ്പം ഗ്രഹങ്ങളിലൂടെ വന്നതാണ്. ഗ്രഹങ്ങളാണ് ഇതിനെല്ലാം, എല്ലാ ഊർജത്തിൻ്റെയും സ്രോതസ് ഗ്രഹങ്ങളാണ്. പിന്നെ ആകാശത്ത് സൂര്യനെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഓർബിറ്റിലാണ്. സൂര്യൻ മറ്റുള്ള ധ്രുവ നക്ഷത്രത്തിനെ എല്ലാം ചുറ്റുന്നുണ്ട്. സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അതുകൊണ്ടാണ് അത് സൂര്യനായി മാറുന്നത്. സൂര്യനെ നടുവിൽ വെച്ചിട്ട് ഭൂമിയെല്ലാം ചുറ്റുന്നത് കൊണ്ടാണ്. അതേപോലെ എത്രയോ സൂര്യന്മാരുണ്ട്. ഈ സൂര്യന് സൗരയൂഥത്തിലൊരു വഴിയുണ്ട് സഞ്ചരിക്കാൻ. ഇതെല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം പർവ്വതങ്ങളെ ചെടികളെല്ലാം വളരുന്നതിന് ഈ ഗ്രഹങ്ങൾ, ഓർബിറ്റിലുള്ള ഗ്രഹങ്ങൾ ഇവിടെ ചലനവുമായിട്ട് ബന്ധമുണ്ട്, അല്ലെ ഓർബിറ്റുമായിട്ട് ബന്ധമുണ്ട്, അല്ലെ ഭ്രമണപഥവുമായിട്ട് ബന്ധമുണ്ട്. ഇനി 32 അഗ്നിയാണ് ദേവത. സൂര്യനേത്രങ്ങളുടെ ഉന്നതിയിലേക്ക് നീ ഉയരണമെന്ന് പറയുകയാണ്. സൂര്യനാണ് നമുക്ക് കാഴ്ചശക്തി നൽകുന്നതും ആ കാഴ്ചശക്തിയുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിനെയെല്ലാം വിലയിരുത്തി നമ്മൾ മനസ്സിലൂടെ അപഗ്രന്ഥിച്ചിട്ടാണ് നമ്മൾ കർമ്മത്തിന് നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നതും. അപ്പം കാഴ്ചശക്തി നമുക്ക് തരുന്നു സൂര്യൻ. സൂര്യനിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്തിട്ട് നമ്മൾ ഉന്നതിയിലേക്ക് എത്തുന്നു. അഗ്നി നേത്രങ്ങളുടെ കൃഷ്ണമണികളിലേക്ക് നീ പ്രവേശിച്ചാൽ, അഗ്നി എന്ന് പറയുന്നത് ഊർജവുമാണ്. ഊർജം വെളിച്ചോർജമാണ്. വെളിച്ചോർജം കണ്ണിലെ കൃഷ്ണമണിയിൽ പ്രവേശിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? കണ്ണുകളുടെ പ്രവർത്തനം എല്ലാം സുഗമമാകുന്നത്. കണ്ണെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഊർജം. ഏത് ഊർജം? പ്രകാശോർജം. പ്രകാശോർജം കൃഷ്ണമണിയിൽ പതിക്കുമ്പോഴാണ് അപ്പം കണ്ണിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് കണ്ണിലേക്ക്, കൃഷ്ണമണിയിലേക്ക് പ്രവേശിക്കാൻ പറയാണ്. അതിനുശേഷം വിവേകത്തോടെ വർദ്ധിച്ച വീര്യം നേടി താഴേക്ക് വരിക. അങ്ങനെ ആ കണ്ണിൽ കാഴ്ചയുണ്ടാക്കിയിട്ട് നമ്മൾ വിവേകം ഉദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കർമ്മത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു. ഇനി 33 ഇവിടെ സൂര്യനെയെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്, ഗ്രഹങ്ങളെ എന്ന നിലയിലെടുക്കാം. അല്ലയോ പ്രകാശ പോഷകന്മാരെ, പ്രകാശത്തെ പോഷിപ്പിക്കുന്ന ഏതെല്ലാണ്? സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം. അപ്പം അവരോട് പറയാണ്, നിങ്ങളാണ് കർമ്മങ്ങളെയെല്ലാം സംവഹിക്കുന്നത്. എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നതും സൂര്യനും മറ്റുമാണ്. സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് ഭൂമിയിൽ ചരാചരങ്ങളെല്ലാം ചലിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ചെടികൾ മുളച്ചു വരുന്നു, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്നു, വളരുന്നു, പക്ഷികൾ ഭക്ഷണം തേടിപ്പോകുന്നു, മനുഷ്യന് അങ്ങനെ സൂര്യൻ്റെ ചലനം അനുസരിച്ചാണ് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ചൈതന്യം ഉണർത്തുന്നു, എന്നിട്ട് മനുഷ്യരിൽ സന്തോഷം ഉണ്ടാക്കുന്നു, അവരെ കർമ്മനിരതരാക്കുന്നു. അപ്പം മനുഷ്യരിൽ ചൈതന്യം ഉണ്ടാക്കിയിട്ട്
സൂര്യൻ്റെ ചലനമനുസരിച്ച് അത് നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മളെ ചൈതന്യമുണ്ടാക്കി നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നമ്മളെ സുരക്ഷിതത്വത്തോടെ, നമ്മളെ സുരക്ഷിതത്വം എല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ സുരക്ഷിതത്വത്തോടെ യജ്ഞകർത്താവിൻ്റെ സ്ഥലത്തേക്ക് എത്തട്ടെ. യജ്ഞം നടത്തുന്നവരുടെ സ്ഥലത്തേക്ക് നമ്മൾ നയിക്കുന്നു. ആരെങ്കിലും കൂട്ടായിട്ടാണല്ലോ യജ്ഞം നടത്തുന്നത്. നമ്മൾ മാത്രം കൃഷി നടത്താണെങ്കിൽ ഒരു യജമാനൻ, അയാൾക്കൊരു കൃഷി സ്ഥലമുണ്ട്, അവിടെ കൃഷി പ്ലാൻ ചെയ്യുന്നു. അപ്പം നമ്മൾ അവിടെ എത്തുന്നു സുരക്ഷിതമായിട്ട്. അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് സുരക്ഷിതമായിട്ട് തന്നെ കർമ്മം ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം യജ്ഞസ്ഥലത്തേക്ക് നയിക്കുന്നത് സൂര്യനാണ്. ഇനി 34 ഇവിടെ ദേവത യജമാനനാണ്. യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മളെ നയിക്കുന്നത് അത് ആരുമാകാം. നമ്മളെ യജമാനന ഉയർന്നുള്ള ഉദ്യോഗസ്ഥനാകാം, അല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാവ് തന്നെയാണ്. ഈ സൃഷ്ടിയുടെ പിന്നിലുള്ള ശക്തി തന്നെ ആ ശ്രീഹരി തന്നെ ആകാം. ബൃഹസ്പതിയാകുന്ന നിന്നോടെ എനിക്ക് സുരക്ഷിതത്വം നൽകട്ടെ. അപ്പോൾ ഈ യജമാനന്മാർ അത് ഈശ്വരനായാലും അതാണ് നമുക്ക് നമ്മുടെ യജ്ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഇവിടെ ഓരോ ദേവതകളോടും നമ്മുടെ യജമാനന്മാരായ എല്ലാവരോടും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും കർമ്മങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ്. നമ്മൾ ആഹ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നത്. ഓരോ ആളും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് മുകളിൽ ഓരോ ശക്തി വിശേഷമുണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ. അത് വേണമെങ്കിൽ സ്ഥാപനത്തിലെ യജമാനാകാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ്. യഥാർത്ഥത്തിൽ അതിൻ്റെ തീരുമാനമനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അദ്ദേഹമെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുകയാണ്. അപ്പം അതോട് പറയുകയാണ്, തിന്മ പേര് നടക്കുന്ന ക്ഷുദ്ര മനസ്സിലുള്ളവരൊന്നും നിന്റെ അടുത്തേക്ക് എത്തരുത്. നിന്നെ മനസ്സിലാക്കാതിരിക്കട്ടെ. അതായത് അങ്ങനെ ഒരു ശക്തിവിശേഷം ഉണ്ട് എന്ന് തിന്മയുള്ളവർക്ക് മനസ്സിലാകരുത്. തിന്മയുള്ളവർ സാധാരണ അവർ ചിന്തിക്കുന്ന എന്താണ്? ഞാനാണ് എല്ലാം, ഞാനാണ് ചെയ്യുന്നത് എന്ന നിലയിലാണ്. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഈശ്വരനെ പറ്റിയുള്ള ബോധമൊന്നുമില്ല. അവർ ചെയ്യുന്നതെല്ലാം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? നമ്മളല്ല ഇത് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചലിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം ദൂരെയുണ്ട്. ആ ശക്തിവിശേഷമാണ് നമ്മളെ സൃഷ്ടിക്കുക. എന്തിനു വേണ്ടി? ലോകം പുരോഗമിച്ചിട്ടൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കുന്നു. അതിൽ പങ്കെടുത്ത് കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം അത് തീരുമാനിച്ച മാതിരിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ക്ഷുദ്രജീവികൾക്ക് അവർക്ക് നിന്നെ മനസ്സിലാകില്ല. ഇങ്ങനെയൊരു ശക്തിയൊന്നുണ്ട്. അവർ ചിന്തിക്കുന്നതെല്ലാം ഞാൻ എന്ന ചിന്തയെ കൊണ്ടാണ്. അപ്പം അവര് നിന്നെ മനസ്സിലാക്കുന്നില്ല. യജ്ഞകർത്താവിൻ്റെ ഭവനം എവിടെയാണെങ്കിലും, യജ്ഞം നടത്തുന്നത് എവിടെയാണെങ്കിലും അവിടെ നിന്റെ സ്വാധീനം ഉണ്ടാകണം. ആര് എവിടെ യജ്ഞം നടക്കുമോ ആ യജ്ഞത്തിന് യജ്ഞകർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ യജ്ഞമാണ്. ആ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മളൊരു റോഡ് വെട്ടുന്നുണ്ടെങ്കിൽ ലോകം പുരോഗതിക്ക് വേണ്ടിയാണ്. അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെല്ലാം ആ ശക്തിവിശേഷമാണ് ലോകത്തെ ഒരു സുന്ദരമായ ലോകമാക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മിലൂടെയാണ്. ആ ശക്തിയെ നമുക്കറിയാം, എന്നാൽ ബുദ്ധിശൂന്യർക്ക് അതറിയില്ല. അപ്പം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കി അതിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ അടുത്തേക്ക് അങ്ങയുടെ ശ്രദ്ധ എത്തട്ടെ എന്ന് പറയുകയാണ്. കാരണം ഇത് നമ്മളിരുവരുടെയും ലക്ഷ്യമാണ്. നമ്മളിരുവരുടെയും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആ ശക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ ശക്തിക്ക്
ലോകം പുരോഗമിച്ച് ഒരു നല്ല നിലയിലെത്തണം. അതിനാണ് എന്നെ സൃഷ്ടിച്ച് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരുവരും ഒരേ ലക്ഷ്യത്തിലാണ് നീങ്ങുന്നത്. ഇനി 35 ഇതിലെ ദേവത സൂര്യനാണ്. സൂര്യനിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മിത്രചക്ഷുസ്സുകൾക്ക് പ്രണാമം. സൂര്യൻ നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത് ഒന്ന് കാഴ്ചയിലൂടെയാണ്, നമ്മുടെ കണ്ണിലൂടെയാണ്. അപ്പം കണ്ണാണ് മിത്രഭാവത്തിൽ നമ്മളെ സഹായിക്കുന്നത്. മിത്രചക്ഷുസ്സുകൾക്ക് പ്രണാമം. നമ്മളുടെ മിത്രങ്ങളാണ് കണ്ണ്. ആ കണ്ണ് ഏത് തന്നെയാണ്? സൂര്യൻ്റെ ഒരു പ്രതീകമാണ്. സൂര്യൻ സർവത്തിൻ്റെയും ഇരിപ്പിടമായ ഈശ്വരൻ്റെ, അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഇരിപ്പിടമായ ഈശ്വരൻ്റെ ആരാധന അവിടുത്തെ മഹത്വത്തിന് മാത്രമുള്ളതാണ്. ഇവിടെ സൂര്യൻ ദേവതയായതുകൊണ്ട് സൂര്യനെ ഈശ്വരനായിട്ട് നമുക്ക് കാണാം. സൂര്യനാണ് നമ്മുടെ സർവ്വതിൻ്റെയും ഇരിപ്പിടം. ഈ സിസ്റ്റത്തിൽ, സൗരയൂഥ സിസ്റ്റത്തിൽ നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെയും ഇരിപ്പിടം സൂര്യനാണ്. സൂര്യനാണ് അതിനെ എല്ലാം നയിക്കുന്നത്. അപ്പോൾ കാലമാണ്, ആ കാലത്തിൻ്റെ പ്രധാനി സൂര്യനാണ്. അതാണ് ഈശ്വരൻ്റെ പ്രതീകം. അപ്പോൾ ആരാധന മുഴുവൻ ആർക്കാണ് അർപ്പിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം അത് സൂര്യന് മാത്രമാണ്. ആ മഹത്വം അതിനാണ് അർപ്പിക്കേണ്ടത്. ദൂരചക്ഷുസ്സായ സൂര്യദേവന് നമസ്കാരം. ഈ സൂര്യന് ദൂരെയുള്ള കാഴ്ചകളെപ്പോലും, ദൂരെയുള്ളതിനെപ്പോലും അതിനെ കാണാനും നിയന്ത്രിക്കുവാനും കഴിവുണ്ട്. സൗരയൂഥത്തില് സൂര്യൻ്റെ ബലം എത്ര വരെയുണ്ട്? എത്രയോ ദൂരം വരെ ഉണ്ട്. അപ്പം സൂര്യദേവന് നമസ്കാരം പറയുകയാണ്. എന്തുകൊണ്ട്? ദീർഘചക്ഷുസ്സായ. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനാണ്. അതുകൊണ്ട് ആ സൂര്യദേവന് നമസ്കാരം പറയുകയാണ്. താങ്കൾ നക്ഷത്രങ്ങളുടെ അനശ്വരതയും ബൃഹത്വമായ മുദ്രയാകുന്നു. എല്ലാ നക്ഷത്രങ്ങളുടെയും അനശ്വരമായ നക്ഷത്രങ്ങളുടെ പ്രപഞ്ചമുള്ള കാലത്തോളം എന്തുണ്ട്? സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ട്. ചിലപ്പോൾ കത്തിയില്ലാതായിട്ട് പിന്നെയും പ്രത്യക്ഷമാകും. അപ്പം അതെല്ലാം നക്ഷത്രത്തിൻ്റെ മുദ്രയാണ് എന്ന് പറയാണ്. ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൂര്യനും ഒരു നക്ഷത്രം തന്നെയാണ്. അങ്ങ് നക്ഷത്രങ്ങളുടെ എല്ലാം മുദ്രയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യനും ഒരു നക്ഷത്രം തന്നെയാണ്. ഇനി 36 ഇവിടെയും ദേവത സൂര്യൻ തന്നെയാണ്. ഹേ സൂര്യ, നീ ഈശ്വരന് സമർപ്പണത്തിനായുള്ള വസ്തുവാകുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിവിശേഷം. ആ ശക്തിവിശേഷത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ഈശ്വരൻ, അല്ല സൂര്യൻ. ആ ഈശ്വരന് സമർപ്പിക്കപ്പെട്ടതാണ് സൂര്യൻ്റെ കർമ്മങ്ങൾ. സൂര്യൻ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്? ഈ ഭൂമിയെല്ലാം പരിപാലിക്കുന്നതും ഈ ഗ്രഹങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതും ഈ കോണങ്ങളിലുള്ള ജീവജാലങ്ങളെ എല്ലാം കർമ്മത്തിന് പ്രേരിപ്പിച്ച് കർമ്മത്തിലേക്ക് നയിക്കുന്നതെല്ലാം സൂര്യനാണ്. ആ സൂര്യൻ്റെ ചലനം കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. ആ സൂര്യൻ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ആ സൃഷ്ടികർത്താവിനെ വേണ്ടിയിട്ടാവുന്നു. സൂര്യൻ ഈശ്വരൻ്റെ അന്നമായ നീ നാഥൻ്റെ ഇരിപ്പിടമാകുന്നു. ഈശ്വരൻ്റെ അന്നം, ഈശ്വരനിൽ നിന്നും ഉൽപ്പന്നമായതാണ് ഈ സൂര്യൻ. ഈ സൂര്യനിലൂടെയാണ് എന്തെല്ലാമാണോ അത് നേടാൻ ഉപയോഗിക്കുന്നത്, ശ്രമിക്കുന്നത്. ഈശ്വരൻ നമ്മുടെ അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഈശ്വരൻ്റെ അന്നം എന്ന് പറയുന്നത് ഈശ്വരൻ എന്തെല്ലാമാണോ വേണ്ടത് അത് സൂര്യനിലൂടെയാണ് കിട്ടുന്നത്. ഈശ്വരൻ എല്ലാ കർമ്മങ്ങളും സൂര്യനിലൂടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈശ്വരൻ്റെ അന്നമാണ് സൂര്യൻ. സൂര്യനിലൂടെയാണ് അത് അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. സൂര്യൻ കാലത്തിനനുസരിച്ച് സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് എല്ലാ ജീവജാലങ്ങളും കർമ്മങ്ങൾ ചെയ്യുന്നത്.
അതുകൊണ്ട് ഈശ്വരൻ്റെ അന്നമായ നീ നാഥൻ്റെ ഇരിപ്പിടമാണ്. ആ ഈ സൂര്യനിൽ തന്നെയാണ് ആ ശക്തിവിശേഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈശ്വരനെ നോക്കണ്ടെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി. സൂര്യനിൽ തന്നെയാണ് ആ ശക്തി ഇരുന്നിട്ട് സൂര്യനിലൂടെയാണ് നമ്മളെ കർമ്മങ്ങളെയെല്ലാം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ച് നമ്മളെ നയിക്കുന്നത്. ഈ ഇരിപ്പിടം സത്യമർഹിക്കുന്നു. അതാണ് സത്യം, ജ്ഞാനം. സത്യം എന്ന് പറയുന്നത് ജ്ഞാനം, അറിവ്, ഈശ്വരൻ. അതെവിടെയാണ്? ആ ഇരിപ്പിടത്തിലാണുള്ളത്, സൂര്യനിലാണുള്ളത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും നമ്മുടെ നിലനിൽപ്പ് തന്നെ സൂര്യനിലൂടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ സൂര്യനിലാണ് ആ ശക്തിവിശേഷം, ഈശ്വരൻ ആ സൂര്യനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആസ്ഥാനം. ഈശ്വരൻ്റെ ഇരിപ്പിടം എവിടെയാണെന്ന് നോക്കിയാൽ സൂര്യനിൽ നോക്കിയാൽ മതി. സൂര്യനിലൂടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇനി 37 യജ്ഞമാണ് ദേവത. നമ്മളെ കർമ്മങ്ങൾ, ആഹൂതി അർപ്പിക്കപ്പെടുന്നവരെ നമ്മളാണ്. ആഹൂതി അർപ്പിക്കുക എന്നാണ് നമ്മളെ കഴിവ്, മനസ്സ്, ബുദ്ധി എല്ലാം കർമ്മം ചെയ്യുമ്പോൾ എന്തെല്ലാമാണോ അർപ്പിക്കുന്നത് അതിനെ ആഹൂതിയായിട്ട് നമ്മളാണ് യജ്ഞം ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത്, ആഹൂതി അർപ്പിക്കുന്നത്. നിന്റെ മഹിമ യാജ്ഞികന്മാർ പാടിപ്പുറത്തുന്നുണ്ട്. ഏതിൻ്റെ മഹിമ? ഈ യജ്ഞത്തിൻ്റെ മഹിമ. യജ്ഞമാണ് ദേവത. യജ്ഞത്തിൻ്റെ മഹിമ യജ്ഞം നടത്തുന്നവർ പാടിപ്പുകർത്തുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നില്ലേ, കണ്ട ഈ കർമ്മ ഞാൻ ഈ ചെയ്തതിലൂടെ ഇത്രയും സുന്ദരമായൊരു സാധനം ഉണ്ടാക്കിയത്. ഇതിനാണ് അതിനെ ക്രെഡിറ്റ്? ആ ചെയ്ത കർമ്മത്തിന്. കണ്ട എൻ്റെ പ്രവൃത്തി കണ്ട എത്ര ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ യജ്ഞത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. അതുകൊണ്ട് നിന്റെ മഹിമ യാജ്ഞികന്മാർ പാടിപ്പുറത്തുന്നു. ആ യജ്ഞത്തെയാണ്, എന്ത് നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കിയാലും ആ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ കർമ്മത്തെയാണ് പാടിക്കൊടുക്കുന്നത്. സർവഭാഗങ്ങളിൽ നിന്നും ഈ യജ്ഞത്തെ ശ്രദ്ധിക്കുക. നമ്മൾ നാട്ടിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളെയും, പ്രപഞ്ചത്തിൽ പല യജ്ഞങ്ങളും നടക്കുന്നുണ്ട്, അതിനെയെല്ലാം പല വീക്ഷണകോണിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായാണ് ഒരു പാത്രത്തിൻ്റെ മുകളിൽ മൂടി ഇങ്ങനെ ചലിക്കുമ്പോൾ ആ യജ്ഞത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു? ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് തീവണ്ടി ഓടിക്കാറുണ്ട്. അപ്പം ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും നിരീക്ഷിച്ചിട്ട് ശാസ്ത്രം എവിടെയാണുള്ളത്? നോളജ് എവിടെയാണുള്ളത്? ഈ പ്രപഞ്ചത്തിലാണുള്ളത്. പ്രപഞ്ചത്തിലുള്ള ലോകസത്വങ്ങൾ മനസ്സിലാക്കിയിട്ട്, ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളതെടുത്ത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? യജ്ഞത്തെ നാനാഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കണം. ലോകത്തിൽ നടക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ ശരിക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് അതിനെ ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം കിട്ടും. ഹേ ഗൃഹസ്പതി, അവൻ ഗൃഹത്തിലുള്ള ആൾക്കാരോട്, നമ്മളോട് തന്നെയാണ് പറയുന്നത്, അസ്വസ്ഥാവസ്ഥകളെ മാറ്റിയെടുത്താലും. അപ്പം ലോകത്തിൽ നടക്കുന്ന പ്രകൃതിയിലെ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് യജ്ഞം, പ്രകൃതിയിൽ നടക്കുന്ന യജ്ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിലുള്ള അവസ്ഥകളെ, മോശം അവസ്ഥകളെയെല്ലാം മാറ്റിയെടുക്കണം. ഉദാഹരണമായിട്ട് വെയിലത്ത് ഏതെങ്കിലും ഒരു ജീവി ചത്ത് കഴിഞ്ഞാൽ, ചത്ത് കിടക്കുന്ന കണ്ടാൽ നമ്മൾ കാണുന്നുണ്ട്. റോട്ടിലൂട്ടിയെല്ലാം പോകുമ്പോൾ വല്ല ജീവികളും പക്ഷികളെല്ലാം ചത്ത് കിടക്കുന്നു. പക്ഷെ കുറേ വർഷം കഴിഞ്ഞതായിരിക്കും അത്. പക്ഷെ അതിൻ്റെ ശരീരം അതേപോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ജ്ഞാനം എന്താണ്? വെയിലത്തിട്ട് ഉണക്കിയാൽ കുറേ കാലം അത് കിടക്കും. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മത്സ്യമെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയിട്ട്, മഴക്കാലത്തെല്ലാം മത്സ്യം കിട്ടാത്ത കാലത്തെല്ലാം ഇതെടുത്തിട്ട് കറി വെക്കും. അതിനുള്ള ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്? വെയിലത്ത് കിടക്കുന്ന സാധനങ്ങൾ ഉണങ്ങിയിട്ട് കുറേ കാലം നശിക്കാതെ കിടക്കുന്നു. അപ്പോൾ അതിൽ കൂട്ടിയുള്ള ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്നി ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിച്ചെടുക്കുന്നു.
അന്ന് യജ്ഞങ്ങള് ശക്തിശാലികളായ മരുദ്ഗണങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂര്യൻ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, സൂര്യൻ തന്നെ ഒരു മരുത്തിലാണുള്ളത്. അങ്ങനെ 49 മരുത്തുക്കളുണ്ട്, വലിയ ഗോളങ്ങളുടെ കൂട്ടങ്ങൾ, സമൂഹങ്ങൾ. അങ്ങനെ 7 ഗോളങ്ങളുടെ കൂട്ടങ്ങൾ 49 എണ്ണമുണ്ട്. ആ 49 ഒന്നിലാണ് നമ്മളെ സൂര്യനും നമ്മളിതെല്ലാം ഉള്ളത്. അപ്പോൾ ആ മരുത്തുക്കളും നമ്മളെ യജ്ഞത്തിനെ, മരുത്തുക്കളാണ് മഴ പെയ്യുന്നതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ശാസ്ത്രലോകത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ധൈര്യശാലികളായ മരുത്തുക്കളോടൊപ്പം യജ്ഞങ്ങളോട് വരാൻ പറയുകയാണ്. അപ്പം നമ്മളുടെ യജ്ഞങ്ങളെ, ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും പ്രവൃത്തികളെയും മാറ്റങ്ങളെയും എല്ലാം മരുത്തുക്കളും സ്വാധീനിക്കുന്നുണ്ട്, സൂര്യനും നിൽക്കുന്നുണ്ട്. ആ നടക്കുന്ന പ്രവൃത്തികളെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഇപ്പം ലോകത്തിലെ മുഴുവൻ ഏതു സമയവും യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് മരുത്തുക്കളും സൂര്യനും എല്ലാം. നമ്മളും നമ്മുടേതായ കോൺട്രിബ്യൂഷൻ യജ്ഞത്തിലൂടെ ചെയ്തിട്ടാണ് ലോക പുരോഗതി നേടുന്നത്.